പറയട്ടെ, പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂം സഗീറോ അല്ലെങ്കിൽ മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട ഒരു മഖ്ദൂമും രചിച്ചതേ അല്ല തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഇത് പൊന്നാനി മഖ്ദൂം രചിച്ചതാണെന്ന് ഏതോ ചില ആളുകൾ ചരിത്രകാരന്മാരായി വലിയ ഉന്നതന്മാരാണെന്ന് പറയുന്നവർ അവർ ചില അബദ്ധധാരണയിൽ അവർ തെറ്റായി അവരുടെ പഠനത്തിൽ തെറ്റു സംഭവിച്ചു. പക്ഷേ മറ്റുള്ളവരത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ആ തെറ്റ് നമ്മളും അറിയാതെ പാടി ഇന്ന് പല പാഠപുസ്തകങ്ങളിലും മദ്രസ പാഠപുസ്തകങ്ങളിൽ വരെ തുഹ്ഫത്തുൽ മുജാഹിദീൻ പൊന്നാനി മഖ്ദൂം രചിച്ചതാണെന്ന് പഠിപ്പിക്കപ്പെടുന്നു. ഏതായാലും ഞാൻ വളരെ ഒന്നും കൂടി ഊന്നി പറയുന്നു, തുഹ്ഫത്തുൽ മുജാഹിദീൻ മഖ്ദൂമിന്റെ കൃതിയാണെന്ന് ഇനി ആരും വിശ്വസിച്ചു പോകരുത്. അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ആ അബദ്ധം ഏറ്റുപാടി സുന്നി രചനകളിൽ പോലും അത് ഇടം പിടിച്ചിട്ടുണ്ട്. തിരുത്താൻ നല്ല മനസ്സോടുകൂടി എല്ലാവരും തയ്യാറാകേണ്ടതാണ്. കേട്ടില്ല, കാട്ടുകള്ളൻ സമ്മതി പറയണേ. ഇനി ആരും വിശ്വസിച്ചു പോകരുത്. എന്നാൽ നിങ്ങള് മശായിഖന്മാരെ പിന്തുണ അന്നും ഇന്നും എന്നും മശായിഖന്മാരെ പിന്തുണയുള്ള ആളുകൾ എന്ന് പറഞ്ഞ പാണക്കാട് കുടുംബത്തിൽ നിന്നായിക്കോട്ടെ, പാണക്കാട് തങ്ങന്മാർക്ക് മാതൃക ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞെടുക്കണ്ടേ. എന്നാൽ ഇന്ന് മുനവറിൽ ശബ്ദങ്ങൾ നടത്തിയ പ്രസംഗം കേട്ടോളി. പാണക്കാട് തങ്ങന്മാർക്ക് മശായിഖന്മാരെ പിന്തുണ ഉണ്ടല്ലോ, കാവലുണ്ട്, സഹായമുണ്ട്. പാണക്കാട് തങ്ങന്മാരെന്ന് വിവരം പഠിപ്പിക്കാൻ നിങ്ങളാരും മെനക്കടണ്ട, അത് അപകടത്തിലാവുന്ന കാട്ടുവളപ്പിൽ പറഞ്ഞത്. അപ്പൊ കാട്ടുകള്ളൻ സമ്മത് പറഞ്ഞത് ശരിയല്ലാന്ന് ആരാ പറയണ്ടേ? മുനവറിലെ ശബ്ദങ്ങൾ പറഞ്ഞേട്ടോളി. പൊന്നാനി നമുക്കുണ്ടായ പാരമ്പര്യമായിരുന്നു. മഖ്ദൂമികൾ ഫത്തുൽ മുഈൻ പോലുള്ള കിതാബുകൾ രചിച്ചു. തുഹ്ഫത്തുൽ മുജാഹിദീൻ പോലുള്ള ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമ്മാനമായി. വലിയ രീതിയിലുള്ള ഇടപെടലാണ് വൈജ്ഞാനികമായി നടത്തിയിട്ടുള്ളത്. കേട്ടില്ല, മഖ്ദൂമി പാരമ്പര്യം. മഖ്ദൂമിങ്ങൾ, പൊന്നാനി മഖ്ദൂമിങ്ങളാണ് എന്ത് ഫത്തുൽ മുഈനും തുഹ്ഫത്തുൽ മുജാഹിദീനൊക്കെ ഈ ലോകത്തിന് സമ്മാനിച്ചത്. തങ്ങൾ പറഞ്ഞ ആകത്തൊക്കെ പതാ മനസ്സിലായില്ലേ? കാട്ടുകള്ളൻ സമ്മത് പറഞ്ഞത് എന്തായി? അത് ചവറ്റുകൊട്ടയിലേക്ക്. ഇവിടെ എല്ലാ സുന്നികളും പറഞ്ഞ തന്നെ ഒരു പേരുസ്താവ് മാത്രമല്ല, നജീം അലി എടുത്ത് പറഞ്ഞില്ലേ? ഈ നജീം അലിവിന്റെ സംഘടനയിൽപ്പെട്ട മൂലിയർ പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചുതരാം. അതിന് മുമ്പ് പാണക്കാട് തങ്ങന്മാർ ആരാണെന്നുള്ളത് ഒരു വെറുതെ പറയോ? വെറുതെ പറയില്ല. ഓൽക്ക് മശായിഖന്മാരെ പിന്തുണ അന്നും ഇന്നും എന്നും ഓൽക്ക് ഉണ്ടെന്നാ. ആ പിന്തുണ തങ്ങൾക്കുണ്ടാവുമല്ലോ. പാണക്കാട് കുടുംബത്തിൽ പെട്ടല്ലേ, പ്രധാനപ്പെട്ട തങ്ങളാ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകനാണ്. ഈ ഉമ്മത്തിന് സമുദായത്തിന് ഒരു നേതൃത്വം കൊടുക്കുന്നുണ്ട് ഇപ്പോഴും. പാണക്കാട് സാദാത്യങ്ങൾക്ക് മശായിഖന്മാരെ പിന്തുണയുണ്ട് എന്നതിന്റെ രേഖയല്ലേ സാദാത്യങ്ങളിൽ ഇന്ന് നേതൃത്വം വഹിക്കുന്ന തങ്ങളവറുകളുടെ പ്രഭാഷണം. മുനവറിൽ തങ്ങൾ ഇന്ന് പ്രസംഗിച്ച ഈ പ്രസംഗത്തിന് എന്റെ കാലഘട്ടത്തിലെ മശായിഖന്മാരെ പിന്തുണ ഉണ്ടോ ഒന്ന് പറഞ്ഞാച്ചി. അപ്പൊ കാട്ടുകള്ളൻ സമ്മത് പറഞ്ഞതോ അതിന് എന്റെ മശായിഖന്മാരെ പിന്തുണ ഇല്ലേ? ഇതിലിപ്പോ ആർക്കാ പിന്തുണ കൊടുക്കണ്ടേ? എന്റെ മശായിഖന്മാരെ ഒന്ന് പറയടോ. നിങ്ങളാ പിന്തുണന്റെ കോലക്കത്ര ഉള്ളൂ, മനസ്സിലായോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കും, സമ്മതിനെ കൊണ്ട് വേറൊന്ന് പറയിപ്പിക്കും, മറ്റുള്ളവരെ കൊണ്ട് വേറൊന്ന് പറയിപ്പിക്കും. എന്താ പിന്നെ പിന്തുണന്റെ കോലം എങ്ങനെയുണ്ട്? ഇഞ്ഞ് മറ്റേ ആള് പറഞ്ഞിട്ടോളി, സംസ്ഥാനാന്തര മൂല്യര് ഫത്തുൽ മുഈനെ പറ്റിയും തുഹ്ഫത്തുൽ മുജാഹിദീനെ പറ്റിയും. ലൈബ്രറിയിലും എവിടെ ചെന്ന് നോക്കിയാൽ നമുക്ക് ആകെ സമർപ്പിക്കാനുള്ള രണ്ട് കിതാബ് അന്നുണ്ടായിന്. ഒന്ന് ഫത്തുൽ മുഈനും ഒന്ന് തുഹ്ഫത്തുൽ മുജാഹിദീനും. അത് രണ്ടും സൈനുദ്ദീൻ മഖ്ദൂം സാനിയുടെ വകയുമാണ്. ഒന്ന് തുഹ്ഫത്തുൽ മുജാഹിദീനും. അത് രണ്ടും സൈനുദ്ദീൻ മഖ്ദൂം സാനിയുടെ വകയുമാണ്. പറയട്ടെ, പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂം സഗീറോ അല്ലെങ്കിൽ മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട ഒരു മഖ്ദൂമും രചിച്ചതേ അല്ല തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഒന്ന് തുഹ്ഫത്തുൽ മുജാഹിദീനും. അത് രണ്ടും സൈനുദ്ദീൻ മഖ്ദൂം സാനിയുടെ വകയുമാണ്. പൊന്നാനി നമുക്കുണ്ടായ പാരമ്പര്യമായിരുന്നു. മഖ്ദൂമികൾ ഫത്തുൽ മുഈൻ പോലുള്ള കിതാബുകൾ രചിച്ചു. തുഹ്ഫത്തുൽ മുജാഹിദീൻ പോലുള്ള ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമ്മാനമായി. വലിയ രീതിയിലുള്ള ഇടപെടലാണ് വൈജ്ഞാനികമായി നടത്തിയിട്ടുള്ളത്. പറയട്ടെ, പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂം സഗീറോ അല്ലെങ്കിൽ മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട ഒരു മഖ്ദൂമും രചിച്ചതേ അല്ല തുഹ്ഫത്തുൽ മുജാഹിദീൻ. പാണക്കാട് സാദാത്യങ്ങൾക്ക് മശായിഖന്മാരെ പിന്തുണയുണ്ട് എന്നതിന്റെ രേഖയല്ലേ സാദാത്യങ്ങളിൽ ഇന്ന് നേതൃത്വം വഹിക്കുന്ന തങ്ങളവറുകളുടെ പ്രഭാഷണം. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ടുള്ള പോവാണ്.